അതിരാവിലെ തന്നെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ആരംഭിച്ചു. ഞാൻ താമസിച്ച ഈ റിസോർട്ടിലെ സ്റ്റാഫ് തന്നെയാണ് എനിക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കി തന്നത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകനാണ് ഇന്നെന്റെ ഡ്രൈവറായി വരുന്നത്. ഇങ്ങനെയൊരു യാത്രാ സംവിധാനം സംഘടിപ്പിച്ചതിൽ പിന്നീട് എനിക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയുണ്ടായി. സമയം ഇപ്പോൾ ഇവിടെ ഏകദേശം 7:20 ആയിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതേ ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. നല്ല സൗകര്യപ്രദമായ ഒരു താമസമാണ് എനിക്കിവിടെ കിട്ടിയത്. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ എനിക്കായി നിയോഗിച്ച വാഹനം എന്നെ തേടി അവിടെ എത്തിയത്. വാട്ട്സ് യുവർ നെയിം? ഹയോമാൾ. ശിവാനൻ. നമ്മുടെ ഹയോമാളിന്റെ ബ്രദർ സണ്ണാണ്, എൽഡർ സണ്ണാണിത്. വാട്ട്സ് യുവർ നെയിം? Savij. Okay, we going. Alright then. Thank you. All the best. Bye bye. Have a nice journey. Yes. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞതിനു ശേഷം ശ്രീലങ്കയിലെ എന്റെ യാത്ര ആരംഭിക്കുകയാണ്. ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് എന്റെ ഡ്രൈവർ. ശ്രീലങ്കയിലൂടെയുള്ള എന്റെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യപരമായും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രമുറങ്ങുന്നതുമായ ഒരു മണ്ണാണ് ശ്രീലങ്ക. സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുടെ പോരാട്ടത്തിന്റെ കഥ ഈ മണ്ണിന് പറയുവാനുണ്ട്. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുടെ പിടിപ്പുകേട് മൂലം ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് കരകയറുവാനുള്ള പരിശ്രമത്തിലാണ് ഈ രാജ്യം ഇപ്പോൾ. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം.